തളിപ്പറമ്പിലെ തീപിടുത്തം സംബന്ധിച്ച് ആർഡിഒയുടെ നേതൃത്വത്തിൽ അപകടമുണ്ടായ കെട്ടിടങ്ങളിൽ പരിശോധന നടക്കും. അപകടം സംബന്ധിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. തീപിടുത്തം നടന്ന സ്ഥലം MLA കൂടിയായ MV ഗോവിന്ദൻ ഉച്ചയ്ക്ക് സന്ദർശിക്കുന്നുണ്ട്. തളിപ്പറമ്പിലെ നാശനഷ്ടങ്ങൾക്ക് മതിയായ സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. വൻ തീപിടുത്തം വലിയ വേദനയും നഷ്ടവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ദുരന്തത്തിൻ്റെ തീവ്രത എത്രയെന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല. തളിപ്പറമ്പ് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ബഹുനില കെട്ടിടം, അതിലെ നിരവധിയായ ഒരു 10-60ഓളം കടമുറികൾ, സജീവമായിരുന്ന ഈ കടമുറികളാണ് പകൽ സമയത്തെ തീപിടുത്തത്തിൽ തീ ആളിപ്പടർന്ന് കത്തിയമർന്നത്. ഒരു കാര്യം, വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. കട ഉടമകൾക്ക്, കെട്ടിട ഉടമകൾക്ക്, അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് എല്ലാം, ഭിന്നശേഷി തൊഴിലാളികൾ ഉൾപ്പെടെ, വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ എല്ലാം ജീവിതമാർഗമില്ലാതായിരിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര സഹായം എത്തിക്കണം. കോഴിക്കോടുണ്ടായ തീപിടുത്തവും അതുപോലെ കണ്ണൂര് ടാങ്കർ ലോറി മറിഞ്ഞ് ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബിജീഷ്, ഇതിപ്പോൾ സണ്ണി ജോസഫ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായ വലിയ നടുക്കമുണ്ടാക്കുന്ന, അതിനപ്പുറത്തേക്ക് തിട്ടപ്പെടുത്താനാകാത്ത ആഘാതം ബാക്കിയാക്കിയ വലിയൊരു തീപിടുത്തമാണ് തളിപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്തുണ്ടായത്. അതിലെ നഷ്ടങ്ങളുടെ കണക്ക്, ഒരു അനുമാനം തന്നെയെങ്കിലും ഈ ഘട്ടത്തിലുണ്ടോ? അതിന് കാരണം സംബന്ധിച്ച് എന്തെങ്കിലും അനുമാനങ്ങൾ, സംശയങ്ങൾ ഇപ്പോഴുണ്ടോ? അന്വേഷണം എങ്ങനെ തുടരുന്നു? എത്ര വലിയൊരു ആഘാതത്തിലാണ് നിലവിലെ വ്യാപാരികളൊക്കെ ഉള്ളത്? സൈഫ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ, അതുപോലെ തന്നെ തളിപ്പറമ്പിന്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. നമുക്ക് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ഈ KV കോംപ്ലക്സും അതിനകത്ത് പ്രവർത്തിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു തളിപ്പറമ്പിന്റെ ജീവനാഡിയിലെ ഒരു പ്രധാന ഘടകമായിട്ടുള്ളത്. അതാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടായ ഈ തീപിടുത്തത്തിൽ കത്തിയമർന്ന നിലയിൽ നമുക്കിപ്പോൾ മുന്നിൽ കാണാൻ കഴിയുന്നത്. ആകെ ബാക്കിയായിരിക്കുന്നത് ഇതുപോലെ കാണുന്ന, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനെയുള്ള ചില ഉപകരണങ്ങൾ മാത്രമാണ്. കൂടുതൽ ഫാൻസി, അതുപോലെ തന്നെ ചെറിയ ചെറിയ തുണിക്കടകൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു ഈ കോംപ്ലക്സുകളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. വൈകിട്ട് ഒരു 5 മണി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തി അമർന്ന സാധനങ്ങൾക്കുപരിയായിട്ട് ഒരു ദിവസത്തെ കളക്ഷൻ അത് പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. അതൊന്നും നിൽക്കാൻ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ കടകളിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു നഷ്ടമുണ്ട്. ഒപ്പം ഈ കടകളിലടക്കം പണിയെടുക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം അംഗവൈകല്യമുള്ളവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേക സ്ഥാപനം ഇതിനകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ ഒരു തൊഴിൽ ഇല്ലാത്തൊരവസ്ഥ, തൊഴിൽരഹിതരായി മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമാണ്. നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടി കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള നഷ്ടമല്ല സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. വ്യാപാരികൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കും.